ഞാനിന്ന് ഒരു അടിപൊളി തെരണ്ടി മല്ലി അരച്ച കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് തെരണ്ടി മുറിച്ച് കഷ്ണങ്ങളാക്കി അതിൽ സാധാരണ മീൻ കൂട്ടാൻ വെക്കുന്ന പോലെ തന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം മുറിച്ചിട്ട് ഉപ്പും മുളകും മഞ്ഞൾ പൊടിയെല്ലാം ഇട്ട് അത് പെരക്കി വെക്കുക. എന്നിട്ട് അതിന് ശേഷം കുറച്ച് തേങ്ങ ചിരകിയത് വറുത്ത് അതിൽ മല്ലിപ്പൊടി ഇട്ട് വറുത്ത് അത് തണിയാൻ വെക്കുക. അതിന് ശേഷം ഈ ചട്ടിയിൽ പുളി പിഴിഞ്ഞ് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് വെള്ളത്തോടും കൂടി അത് വേവിക്കുക. വെന്തതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ച മല്ലിപ്പൊടിയും തേങ്ങയും വറുത്ത് വെച്ചിട്ടില്ലേ, അതെടുത്തിട്ട് അരച്ച് അതും ഇത് നല്ലോണം വെന്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം തിളപ്പിച്ച് അതിൻ്റെ പുളിയും ഉപ്പെല്ലാം നമ്മൾ കയ്യിലൊഴിച്ച് നോക്കുക. ഉപ്പ് പുളി കുറവാണെങ്കിൽ കുറച്ച് ചേർക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കുക. അങ്ങനെയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം തിളപ്പിച്ച് അതിൻ്റെ തിളച്ചിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മേലെ ഇങ്ങനെ ഒരു എണ്ണ തെളിഞ്ഞ പോലെയായി ഇങ്ങനെ വരും. അതിന് ശേഷം അത് തീ ഓഫാക്കുക. അത്രയേ വേണ്ടു. പിന്നെ അതിൽ വറുത്തിടുന്നൊന്നുമില്ല. നല്ല ഒരു മല്ലി അരച്ച തെരണ്ടി കൂട്ടാനാണത്. അത് ഒന്ന് നിങ്ങളെല്ലാം വെച്ച് നോക്കിയാൽ നന്നായിട്ടുണ്ടാവും. താങ്ക് യു.